ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ബട്ടർ, ഓയിൽ ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ നല്ല സ്പഞ്ചായിട്ട് ചെയ്തെടുക്കുന്ന ഒരു കേക്കാണ്. കേക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ കുട്ടികൾക്ക് അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇതാണ് അമൃതം പൊടി. കുറേ പേർക്ക് അറിയില്ല അമൃതം പൊടി എന്താണെന്ന്. നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പൊടിയാണ് ഈ അമൃതം പൊടി എന്ന് പറയുന്നത്. നമുക്ക് അംഗൻവാടികളിൽ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇത് മേടിച്ചിട്ട് ഉപയോഗമില്ലാതെ വീട്ടിലിങ്ങനെ വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അമൃതം പൊടി വെച്ചിട്ടുള്ള ഈ ഒരു പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സ്നാക്സും ഒക്കെ ഒരുപാട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള 2 ബൗളിലേക്ക് 3 മുട്ട ഒന്ന് വേർതിരിച്ച് വെക്കുക. നിങ്ങൾ എടുക്കുന്ന ബൗളിൽ ഒട്ടും തന്നെ നനവ് പാടില്ല. നനവുണ്ടെങ്കിൽ ഇത് റെഡിയായിട്ട് കിട്ടത്തില്ല. നനവില്ലാതെ ഉണക്കി അല്ലെങ്കിൽ ഒരു തുണിയൊക്കെ വെച്ച് തുടച്ച് എടുത്ത ബൗൾ തന്നെ എടുക്കുക. ഫസ്റ്റ് മുട്ടയുടെ വെള്ള എടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയും അതുപോലെ ഒരു നുള്ളു ഉപ്പ് ഇട്ടാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു നുള്ളു ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ബീറ്റർ ഇല്ലാതെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ബീറ്റർ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന രീതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കാം. അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെ ബീറ്റ് ചെയ്യണം എന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് ഇതുപോലെ ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ അതും ചെയ്തിരിക്കുന്നത്, ബീറ്റർ ഇല്ലാതെ. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക. പിന്നെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. എന്നിട്ട് മെല്ലെ സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഇതുപോലെ കുറേശ്ശെ ഇട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഒറ്റയടിക്ക് എല്ലാ പഞ്ചസാരയും കൂടി ഇതിലിടാൻ പാടില്ല. എന്നിട്ട് ഹൈ സ്പീഡിലിട്ട് ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ നല്ലപോലെ പതഞ്ഞ് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇത്രയും ആവുന്ന വരെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ഒരു സൈഡിൽ വെച്ചിട്ട് മുട്ടയുടെ മഞ്ഞ 3 മഞ്ഞയുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് ചേർത്തത്. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തു. പാല് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇപ്പോൾ പാല് തീർന്നത് കൊണ്ട് ഞാൻ വെള്ളം ചേർത്തു. വെള്ളം ചേർത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും നെയ്യ് 2 ടേബിൾ സ്പൂൺ ചേർത്തു. അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഇതിൽ തന്നെ കുറച്ച് നാരങ്ങയുടെ നീര് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ മുട്ടയുടെ മണം വരത്തില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ, കാരണം അമൃതം പൊടിയിൽ കുറച്ച് മധുരമുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ ഒരല്പം നാരങ്ങയുടെ നീര് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം കേക്ക് നല്ല പൊങ്ങി വരികയും ചെയ്യും. അത് മാത്രമല്ല എഗ്ഗിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ വരത്തുമില്ല. ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ വെള്ള ചേർക്കണം. ആദ്യം കുറച്ച് മുട്ടയുടെ വെള്ള ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഇതൊന്ന് ലൂസായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നിങ്ങൾ ചേർക്കുന്ന മുട്ടയുടെ വെള്ള മെല്ലെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല. മെല്ലെ മിക്സ് ചെയ്യുക. കാരണം ഈ മുട്ടയുടെ വെള്ളയാണ് നമുക്ക് ഈ കേക്ക് നല്ല പൊങ്ങി വരാനും നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ മിക്സിങ് ചെയ്യാതെ മിക്സ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാടിട്ട് മിക്സ് ചെയ്താൽ ഇത് നല്ലപോലെ പൊങ്ങി വരില്ല. അപ്പോൾ ഞാൻ ഇത് ഒന്ന് റെഡിയാക്കി. ഇനി 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്ക് നമുക്കിത് ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഒരു സോസ് പാനിലേക്ക് ഇത് ഡയറക്റ്റായിട്ട് ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കുക്കറിനകത്ത് ബേക്ക് ചെയ്യാൻ പറ്റും. ഇഡ്ഡലി കുട്ടുവത്തിൽ ഇത് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ബേക്ക് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള രീതിയിൽ ബേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓവനിലാണെങ്കിലും ബേക്ക് ചെയ്യാം. ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഏകദേശം ഒരു 40 മിനിറ്റോളം വെച്ച് ബേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് വെള്ള കളറിലുള്ള എള്ളും അതുപോലെ കറുപ്പ് എള്ളും ആണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിലും ചേർത്താൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇടുന്നേ ഉള്ളൂ.
ഓവൻ ഇല്ലാതാണെങ്കിൽ നമുക്കിത് ഇതുപോലെ സോസ് പാനിൽ വെച്ചും ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത്. ഇത് 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. നല്ലപോലെ ചൂടായി കിടക്കുന്ന ഒരു വലിയ സോസ് പാനാണ് കേട്ടോ ഇത്. നല്ല ചുവട് കട്ടിയുള്ള സോസ് പാനാണ്. ഇതിലേക്ക് ഇറക്കി വെച്ചാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. തീ കുറച്ചിട്ടിട്ട് മാക്സിമം ഒരു 30-40 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഇത് ബേക്കായിട്ട് കിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ, മുമ്പ് ഇഡലിക്കുട്ടത്തിലൊക്കെ ബേക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കേക്കിനൊരു സ്മെല്ല് പോലെ വരുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു കട്ടിയുള്ള സോസ് പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കേക്ക് വരികയും ചെയ്യും. കേക്ക് നന്നായിട്ട് വരും, അല്ലാതെ ആ ഒരു സ്മെല്ല് ഇല്ലാതാണ് നമുക്ക് ഈ കേക്ക് ബേക്കായിട്ട് കിട്ടുക. അപ്പോൾ എന്തായാലും കേക്ക് ഇവിടെ റെഡിയായി. ഇനി കംപ്ലീറ്റ് ചൂടാറിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കാരണം നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അമൃതം പൊടി വെച്ചിട്ടുള്ള സ്നാക്സ് വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ അമൃതം പൊടി വെച്ചിട്ടുള്ള സ്നാക്സൊക്കെ യൂസ് ചെയ്ത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ അമൃതം പൊടിക്ക് പകരം ഇല്ലാത്തവർ ഗോതമ്പ് പൊടി യൂസ് ചെയ്താലും മതി. ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ യൂസ് ചെയ്താൽ മതിയാവും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്ത് വെക്കുക.